ബഹുമാന്യരായ മന്ത്രിമാരുൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇനിയും ഒരു ദീർഘമായ പ്രസംഗം ഔചിത്യമല്ല എന്നറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ ചുരുങ്ങി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. വളരെ ചുരുങ്ങിയ നാളുകളാണ് ബഹുമാന്യനായ ശ്രീ പമ്പാവാസൻ നായരുമായിട്ട് എനിക്ക് സൗഹൃദം. ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഒരു സഹോദര തുല്യമായ ഒരു ബന്ധം അദ്ദേഹവുമായി ഉണ്ടായത് അദ്ദേഹത്തിന്റെ എളിമയാർന്ന പെരുമാറ്റവും അദ്ദേഹത്തിന്റെ പരിചയപ്പെട്ടാൽ തന്നെ ഏറ്റവും ക്ലോസ് ആയി പെട്ടെന്ന് ഇടപഴകുന്ന അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ ആദ്യമായി പോയി. വീട്ടുകാരെ കണ്ട് സംസാരിച്ചപ്പോൾ എത്രയോ കാലം മുമ്പ് പരിചയമുള്ളവരെ പോലെയാണ് അവർ സംസാരിക്കുന്നത്. അതാണ് ആ വീട്ടിന്റെ ഒരു എൻവയോൺമെന്റ് തന്നെ അതായി മാറിയിരിക്കുകയാണ്. അവര് എത്ര തന്നെ അഭിനന്ദിച്ചാലും മതി വരില്ല. ഇതുപോലൊരു നല്ല കർമ്മം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരിലാണ് ട്രസ്റ്റ്. നമുക്കെല്ലാം അറിയാം, ഇന്ന് സമ്പന്നരായിട്ടുള്ള പലരും അച്ഛനെയും അമ്മയും ഓർക്കുന്നത് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ചെലവഴിച്ച ആണ്ടടിയന്തരങ്ങളെല്ലാം നടത്തി, അല്ലെങ്കിൽ ക്രൈസ്തവരാണെങ്കിൽ പള്ളിയിലൊക്കെ വെച്ച് വലിയ വിഭവസമൃദ്ധമായ സദ്യയെല്ലാം ഒരുക്കിയിട്ടാണ് അവരെ ആദരിക്കുന്നതെങ്കിൽ അതിനേക്കാൾ എല്ലാം ഉത്കൃഷ്ടമായ ഒരു പ്രവൃത്തിയിലൂടെ എൻ്റെ അച്ഛനെയും അമ്മയും സ്മരിക്കുന്നത് ഈ പാവങ്ങളെ സഹായിച്ചുകൊണ്ടായിരിക്കണം എന്ന ചിന്തയോടുകൂടി അദ്ദേഹം നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ പേരുകൊണ്ട് പമ്പാവാസൻ നായരാണെങ്കിലും പ്രവൃത്തി കൊണ്ട് ജനഹൃദയവാസൻ നായരായി ഈ പമ്പാവാസൻ നായർ മാറിയിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. കൂടുതലൊന്നും തന്നെ പറയുന്നില്ല. ഇതിൽ ഏറ്റവും പ്രത്യേകമായി ഞാൻ കാണുന്നത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക എന്നാണ്. നമ്മളൊരു ഏത് ആള് റെക്കമെൻഡ് ചെയ്താലും ആ റെക്കമെൻഡ് ചെയ്യുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലം, അവരുടെ ജീവിതമെല്ലാം പരിശോധിച്ച് മെറിറ്റോറിയസ് ആയിട്ടുള്ളതിന് മാത്രമേ അദ്ദേഹം കൊടുക്കാറുള്ളൂ. അതാണ് ഈ ട്രസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ഇവിടെ കടന്നു വന്ന ഓരോരുത്തരെയും കാണുമ്പോൾ ഈ ട്രസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇവർ എന്ത് ചെയ്യുമായിരുന്നു എന്ന് സങ്കടപ്പെടുന്ന മനസ്സാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായത്. തീർച്ചയായും ഇതിന്റെ പുണ്യം അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. പൊതുവെ പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ സൗഹൃദം കൊണ്ട് ചിലപ്പോൾ ഞങ്ങളുടെ അങ്ങോട്ടേക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് നമുക്ക് വീടും അർഹതയുള്ള, അദ്ദേഹം പറഞ്ഞ തീരദേശ, എൻ്റെ ഒരു തീരദേശ കോൺസ്റ്റിറ്റ്യുൻസിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ തീരദേശത്തുള്ള പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞ് അങ്ങോട്ട് ചോദിച്ചതല്ല, അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ വലിയ മനസ്സിന് എല്ലാ വിധത്തിലും നിറഞ്ഞ ഹൃദയത്തോടു കൂടി നന്ദിയും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.